നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് നവീൻ കോടതിയില് CA പൊളിച്ചടുക്കി വിസ്തരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിസ്തരിക്കുന്ന സമയത്ത് പറഞ്ഞു, അല്ല, CA പറഞ്ഞത് ഇരുപതുണ്ട് കൊണ്ടാണ് വേലു ഗംഗാപ്രസാദിനെ തലക്കടിച്ച് വീഴ്ത്തി കൊലപ്പെടുത്തിയെന്നല്ലേ പറയണേ. പക്ഷെ ആ വാദം തെറ്റാന്ന് പറഞ്ഞു. കാരണം ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. ആ 20 വേലുവിന്റെ വിരലടയാളങ്ങളില്ല. ഫോറൻസിക് റിപ്പോർട്ടിൽ കൃത്യമായിട്ടുണ്ട്. വേലുവിന്റെ എന്നല്ല, ഈ നിൽക്കുന്ന 3 പേരുടെ വിരലടയാളമല്ല ആ 20 പതിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. കിരണും അവരൊക്കെ ഒരു നിമിഷം പതറിപ്പോയി. അവരിത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവര് പോലും ഞെട്ടിപ്പോയി. അവരെ ഞെട്ടിച്ചുകൊണ്ടാണ് നവീൻ ഈ കണ്ടെത്തലുകളൊക്കെ നടത്തിയിരിക്കുന്നത്. സിയെ ഒരു അന്താളിപ്പോടെ നോക്കുകയാണ്. ഈ സമയത്ത് നവീൻ ചെന്നിട്ട് സിയോട് പറഞ്ഞു, CA സാറേ, CA സാറിനൊരു സ്വഭാവമുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കണ്ടില്ലേ, CA സാർ ഒരു കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോവും. അവസാനം ഉത്തരം കിട്ടാതെ വന്നു കഴിയുമ്പോൾ 2-3 പേരെ ആരെങ്കിലും പ്രതികളും സംശയിക്കുന്നവരെ അവരെ പൊക്കും. അവരുടെ തലയിലേക്ക് എങ്ങനെയെങ്കിലും ആ കേസ് അങ്ങോട്ട് കെട്ടിവെച്ച് അവരാണ് കുറ്റക്കാരെന്ന് വരുത്തി തീർക്കും ചെയ്യും. ഇത്രയും കാലം അതല്ലേ ചെയ്തുകൊണ്ടിരുന്നേന്ന് ചോദിച്ചു. അത് കേട്ടുകഴിഞ്ഞപ്പോ CA പറഞ്ഞു, ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, എന്താണെങ്കിലും ഇവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ പാവം പിടിച്ച വേലുവിന്റെ തലയിലേക്ക് ഈ കുറ്റം കെട്ടിവെക്കാൻ ശ്രമിച്ചേ. കിരൺ അവിടേക്ക് വന്നിട്ടുണ്ട്. അല്ല, കിരണം ഗംഗാപ്രസാദിനെ അടിച്ചിട്ടുണ്ട്. പക്ഷെ അത് കാർത്തികയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ട് മാത്രമാണ്, അല്ലാതെ കിരൺ തലക്കടിച്ചിട്ടോ ഒന്നുമില്ല. അതുപോലെ തന്നെ വേലു അവിടെ കല്യാണ സ്ഥലത്തുണ്ടായിരുന്ന ആളാ. പക്ഷെ വേലുവും കൊല ചെയ്തിട്ടില്ല. അങ്ങനെ കൊന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവന്റെ ബോഡി എവിടെ? അവൻ അവിടെ നിന്ന് എങ്ങോട്ടോ രക്ഷപ്പെട്ടു പോയി. പക്ഷെ അവനെ കണ്ടെത്താനായിട്ട് ഇത്രയും കാലമായിട്ട് CA സാറിന് പറ്റിയിട്ടില്ല. അങ്ങനെ നവീന് കാര്യങ്ങളൊക്കെ കോടതി വിശദമായിട്ട് പറയാണ്. CI ആകെപ്പാടെ നാണം കെട്ട് നിൽക്കുവാണ്. ഇനിയിപ്പോ CI സാറ് പറയുന്ന പോലെ കൊല ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബോഡി എവിടെ? ബോഡി കണ്ടു കിട്ടണമല്ലോ. അതുപോലും കണ്ടെത്താനായിട്ട് ഇതിനായിട്ട് സാധിച്ചിട്ടില്ലോ. പിന്നെ നിങ്ങൾ പറയുന്ന 20 വെച്ചാണ് കൊല ചെയ്യപ്പെട്ടെങ്കിൽ അതല്ല ഇവരുടെ വിരലടയാളങ്ങളും വേണ്ടതല്ലേ? അതുപോലും ഇല്ലല്ലോ. ഇതൊന്നും മനസ്സിലാക്കാതെയാണോ സാറേ സാർ എങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ച് CA കുറ്റപ്പെടുത്തുവാണ്. CI ആകെപ്പാടെ നാണം കെട്ട് നിൽക്കുവാണ്. അതിനേക്കാൾ ഉപരി ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. വല്ലതും പറയാൻ പറ്റുമോ? ഒടുവില് നവീൻ തന്റെ കാര്യം വ്യക്തമാണ്. ഇവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇവരെ നിരുപാധികം വിട്ടയക്കണം. ഇവരുടെ പേര് കള്ളക്കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. വേലു എന്ന് പറയുന്നത് കാട്ടി താമസിക്കുന്ന സാധാരണ ഒരു മനുഷ്യനാണ്. പാവ ഒരാളാണ്. അയാളെ മനഃപൂർവ്വം ഈ കേസിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ കിരണും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും ഗംഗാപ്രസാദിനെ കൊല്ലാനുള്ള കാര്യങ്ങളൊന്നും കിരൺ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ നിരപരാധത്തോടെ ബോധ്യപ്പെടുത്തുവാണ്. ഒടുവിൽ കോടതിയിൽ നിന്ന് വിധി വന്നു. അവര് തെറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അവരെ നിരുപാധികം വിട്ടയക്കുന്ന. അതറിഞ്ഞ് കഴിഞ്ഞപ്പോ കിരണിനൊക്കെ സന്തോഷമായി. വേലു പെട്ടെന്ന് അവിടെ നിന്ന് കൈ കൂട്ടുവാണ്. അപ്പോഴേക്കും ജഡ്ജി ചോദിച്ചു, ഇതെന്താടാ കൈ കൂട്ടുന്നേ? എന്താ വല്ല കലോത്സവത്തിനും വന്ന് നിൽക്കുവാണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും വേലുവിനൊന്നും മിണ്ടിയില്ല. അങ്ങനെ എല്ലാരും കൂടെ സന്തോഷത്തേക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് കിരൺ പറഞ്ഞു, ഇപ്പോഴേ എനിക്കൊരു സമാധാനമായിരുന്നു പറഞ്ഞു. ഇത് കേട്ടപ്പം നവീൻ പറഞ്ഞു, നന്ദി പറച്ചിലൊന്നും ആവശ്യമില്ലാന്ന് പറഞ്ഞു. വെയില് പറഞ്ഞ് എനിക്കൊന്ന് കെട്ടിപ്പിടിച്ചാൽ കൊള്ളാന്നുണ്ട്. അതെ, ഇവിടെ വെച്ച് കെട്ടിപ്പിടിക്കൊന്നും വേണ്ട, അറിയാലോ കോടതിക്കുള്ളിലാണ്, ഇവിടെ വെച്ച് അങ്ങനെ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ആകപ്പാടം മുറിവേറ്റ സിംഹത്തെ പോലെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് CAക്കാണെങ്കിൽ നല്ല ടെൻഷനായിരുന്നു. തോറ്റുപോയല്ലോ കേസ്, അതിന്റെ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ ആയിരുന്നു മനസ്സിൽ. ഇവരെ പുറത്തിറക്കാനായിട്ട് നവീന് സാധിക്കുമെന്ന് അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല താനും. അതിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അയാൾക്കുണ്ടായിരുന്നു. പിന്നീട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ ചന്ദ്രസേനൻ നവീനെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു സംഭവിച്ച. എല്ലാരും പ്രതീക്ഷയോടെ കാത്തിരുന്നല്ലേ ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട്. പിന്നീട് കിരൺ പറഞ്ഞു, എന്നാലും ഇപ്പോഴാ ഞങ്ങൾക്കൊരു സമാധാനമായി പറഞ്ഞു. ചന്ദ്രസേനൻ പറഞ്ഞു, മൂർത്തി സാറ് പറഞ്ഞു ശരിയാ, നവീന് ആള് ചില്ലറക്കാരനൊന്നുമല്ല, അതുകൊണ്ടല്ലേ അവരെ വരെ രക്ഷിച്ചേ. കാരണം എല്ലാരും ചിന്തിക്കാതെ പോയൊരു കാര്യം, ആ ഫോറൻസിക് ലാബ് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി നിസ്സാരമായിട്ട് എത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നവീൻ കൈകാര്യം ചെയ്തേന്ന് പറഞ്ഞു. അതേസമയം കിരൺ പറഞ്ഞു, ശരിയാ, ഈ പറയുന്ന CIക്ക് നല്ലൊരു തിരിച്ചടി തന്നെ കിട്ടിയിരിക്കുന്നത്. അയാൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളെല്ലാം നടന്നേ. അപ്പൊ അതിന്റെ വൈരാഗ്യ ബുദ്ധി അയാൾക്ക് കാണുമായിരിക്കും എന്ന് പറഞ്ഞു. നവീൻ പറഞ്ഞു, ഇനിയിപ്പൊ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്ന് പറയണം. ആ സമയത്താണ് അവിടേക്ക് CI വരുന്നത്. CI അവരെ നോക്കി. അപ്പോഴേക്കും ചന്ദ്രസേനൻ ചെന്നിട്ട് ചോദിച്ചു, CI സാറേ, ഈ നാട്ടില് എത്രമാത്രം കള്ളന്മാരും കൊലപാതകളൊക്കെ ഉണ്ട്, അവരൊക്കെ വിലസി നടക്കുന്നുണ്ട് പുറത്ത്. എന്നിട്ടാണ് സാർ ഈ കേസിന്റെ പിന്നാലെ പോയി ഇവരെയൊക്കെ ശിക്ഷിക്കാനായിട്ട് നോക്കിയത്. ഇതിന്റെ വല്ല ആവശ്യം സാറിനുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു.
അത് കേട്ടപ്പോൾ സി ഐ പറഞ്ഞു, ഞാൻ എന്റെ ഡ്യൂട്ടിയെ ചെയ്തതെന്ന് പറഞ്ഞു. ആയിക്കോ, സാറിന്റെ ഡ്യൂട്ടി ചെയ്തോളാൻ പറഞ്ഞു. ഈ സമയത്ത് നവീൻ പറഞ്ഞു, സാറേ ഡ്യൂട്ടി ചെയ്യുന്നതിനൊന്നും പ്രശ്നമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്. നമ്മള് കള്ളന്മാരൊന്ന് മുദ്ര കുത്തുമ്പോൾ ആലോചിക്കണം അവർ കള്ളന്മാരാണോ ഇല്ലയോ എന്ന്. ഇനിയിപ്പോ സാറ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അന്വേഷിച്ചാലും ഇവർ തെറ്റുകാരാണെന്നും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സി ഐ പറഞ്ഞു, നമുക്ക് നോക്കാം. എന്താണല്ലോ ഒരു കാര്യം ഉറപ്പാ, ഇവർക്ക് ആ കൊലപാതകമായിട്ട് ബന്ധമുണ്ടെന്ന്. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, സാറ് വീണ്ടും വീണ്ടും ഇത് തന്നെയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ സാറിന് കണ്ടെത്താനായിട്ട് സാധിക്കില്ല ഇതിന്റെ യഥാർത്ഥ കൊലയാളി ആരാന്നുള്ള കാര്യം. സാറേ ഇവരെന്താണല്ലോ അത് ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ആ ഇരുമ്പ് ദിണ്ടയിലെ ഇവരുടെ വിരലടയാളങ്ങളൊന്നും പതിഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് സാർ ഇനിയിപ്പോൾ ആ വഴിക്ക് പോയിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു. നമുക്ക് കാണാന്നൊക്കെ പറഞ്ഞിട്ട് സി ഐ അങ്ങോട്ട് പോവാണ്. ചന്ദ്രസേനൻ പറഞ്ഞു, അയാൾ ഈ കേസ് വിടുന്ന ലക്ഷണം കാണുന്നില്ലോ എന്ന് പറഞ്ഞു. നവീൻ പറഞ്ഞു, അത് ശരിയാ, അയാൾ വിടുന്ന ലക്ഷണം കാണുന്നില്ല, വീണ്ടും എനിക്ക് പണിയുണ്ടാക്കുന്നാ തോന്നേ. ചന്ദ്രസേനൻ പറഞ്ഞു, മോനെ നീ ചെയ്ത എന്താണെങ്കിലും നല്ലൊരു കാര്യം തന്നെയാ. അയാളെ കോടതി വെച്ച് എന്താണെങ്കിലും നല്ല രീതിയിൽ വാദിച്ച് ജയിച്ചല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നവീൻ പറഞ്ഞു, ഇതെന്റെ ഒരു വാശിയും കൂടെ ആയിരുന്നു ഈ കേസ് ജയിക്കാന്നുള്ളത്. കാരണം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇവർക്ക് ജാമ്യം എടുക്കാൻ ചെന്ന സമയത്ത് അയാൾ കുറച്ച് അഹങ്കാരം എന്നോട് കാണിച്ചു. അപ്പൊ അതിന് പ്രതികാരം ചെയ്യണമെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മള് വക്കീലാന്നും പറഞ്ഞ് നടന്നിട്ട് അതുകൊണ്ട് എന്താ പ്രയോജനം ഇരിക്കണമെന്ന് ചോദിച്ചു. പിന്നീട് പറഞ്ഞു, സൂക്ഷിക്കണം, അയാള് ചിലപ്പോൾ ഇനി ഇതിന്റെ പിന്നാലെ വരാൻ ചാൻസ് ഉണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞു, അതെനിക്കും തോന്നുന്നുണ്ട് അയാൾ പിന്നാലെ വരുമെന്ന്. അയാൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നില്ല. ചന്ദ്രസേനൻ പറഞ്ഞു, ഇനിയിപ്പോൾ അയാൾ എത്ര പിന്നാലെ വന്ന് പറഞ്ഞിട്ടും അതും കൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ല. അയാൾ എന്ത് വേണമെങ്കിലും കാണിക്കണ്ടേ. നിങ്ങൾ നിരപരാധിയാന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. ചന്ദ്രസേനൻ പറഞ്ഞു, എന്നാ നമുക്ക് പോയാലോന്ന് ചോദിച്ചു. അവിടെയാണെങ്കിൽ പ്രാർത്ഥന വഴിപാടുകളൊക്കെ ആയിട്ട് ഒരാൾ ഇരിപ്പുണ്ട്, രൂപ. കല്യാണി മോൾക്ക് ഇത് അറിയത്തില്ലാത്തതുകൊണ്ട് കല്യാണി മോൾക്ക് പ്രശ്നമില്ല. പക്ഷെ രൂപയ്ക്ക് അറിയാലോ, ഇനി ജാമ്യം കിട്ടുമല്ലോ എന്നൊക്കെ അറിയത്തില്ല, ടെൻഷൻ അടിച്ചിരിക്കുമെന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, എങ്കിൽ പോയേക്കാന്ന് പറഞ്ഞു. വേലു പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട് വക്കീൽ സാറേ, ഇനി ഞാൻ തേനുമായിട്ട് വരുമ്പോൾ ഒരു കുപ്പി തേന് ഞാൻ വക്കീൽ സാറ് തരാട്ടോ എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം നവീൻ പറഞ്ഞു, ആയിക്കോട്ടെ, വേണ്ടെന്നൊന്നും ഞാൻ പറയണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവര് സന്തോഷത്തോട് കൂടിയിട്ടാണ് അവിടുന്ന് പോകുന്നത്. പിന്നീട് കാർത്തിക് ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. ആ സമയത്ത് ചന്ദ്രസ്വരൻ ചോദിച്ചു, എന്തായി മക്കളെ കാര്യങ്ങളെന്ന് ചോദിച്ചു. അച്ഛാ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, കിരണിനെയൊക്കെ കോടതി വെറുതെ വിട്ടെന്ന് പറഞ്ഞു. വെറുതെ വിട്ടോ? അതെ, കിരണിനെയും വേലുവിനെയും രതീഷിനെയും ഒക്കെ കോടതി വെറുതെ വിട്ടു. 20 കൊണ്ട് തലക്കടിച്ച് വേലു കൊലപ്പെടുത്തിയെന്നൊക്കെ ആയിരുന്നല്ലോ കേസും കാര്യങ്ങളൊക്കെ. പക്ഷെ അതിനകത്ത് അവര് പ്രതികളല്ലെന്ന് മനസ്സിലായി. ആ വിരലടയാളങ്ങള് ഇവരുടേതല്ലെന്ന് മനസ്സിലായെന്ന് പറഞ്ഞു. അവരെ കോടതി വെറുതെ വിട്ടു. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായെന്ന് പറഞ്ഞു. അല്ല കല്യാണി മോള് 2-3 വട്ടം ചോദിച്ചായിരുന്നു, പക്ഷേങ്കില് വ്യക്തമായിട്ട് ഉത്തരം കൊടുക്കാതെ ഒരു വിധത്തിൽ ഇങ്ങനെ തടി തപ്പി നിൽക്കുമായിരുന്നു. ഇനിയിപ്പൊ ധൈര്യമായിട്ട് കല്യാണിട്ട് പറയാ അച്ഛാ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കിരൺ ഇങ്ങോട്ടേക്ക് വരുമല്ലോ എന്ന് പറഞ്ഞു. അച്ഛനൊരു കാര്യം ചെയ്യാം, ഞാൻ വന്ന വണ്ടിയുടെ അത് കയറി വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പ്രകാശനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. പിന്നീട് നേരെ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും കാദംബരി ഉണ്ടായിരുന്നു അവിടെ. കാദംബരി കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കാർത്തി ചോദിച്ചു, അല്ല കല്യാണി മയങ്ങിയെന്ന് ചോദിച്ചു. അതെ, ഇപ്പോഴങ്ങോട്ട് കിടന്നൊന്ന് മയങ്ങിയതുള്ളെന്ന് പറഞ്ഞു. കുറച്ച് സമയം കിരൺ സാറിനെ കുറിച്ചൊക്കെ ചോദിച്ചായിരുന്നു പറഞ്ഞു. അല്ല അവരുടെ കാര്യം എന്തായെന്ന് ചോദിച്ചു. അതൊക്കെ പറയാം, വരാൻ പറഞ്ഞു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് കാർത്തി പറഞ്ഞു, അതെ അവർക്ക് ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞു. സത്യമാണോ പറയണേ? അതെ, അവര് നിരപരാധികളാന്നറിഞ്ഞ് കോടതി അവരെ വെറുതെ വിട്ടെന്ന് പറഞ്ഞു. ഇപ്പോഴൊരു സമാധാനമായത്. എന്നിട്ട് കിരൺ സാർ എന്തെന്ന് ചോദിച്ചു. അമ്മയെ കാണാനായിട്ട് പോയിരിക്കുക, രൂപാന്റെ ആകെപ്പാടെ ടെൻഷനിലാണ് പോലും, അതുകൊണ്ട് ഒന്ന് പോയി കണ്ട് പെട്ടെന്ന് വരാമെന്നും പറഞ്ഞു പോയെന്ന് പറഞ്ഞു. ഇനിയിപ്പൊ പേടിക്കണ്ടല്ലോ അല്ലേ? അതെ, ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. നമ്മളും ഈ ഒരു അവസരത്തിന് വേണ്ടിയിട്ടല്ലേ കാത്തിരുന്നേന്ന് ചോദിച്ചു. പിന്നീട് കാർത്തിക കുറച്ച് കഴിയുമ്പോൾ കല്യാണി അടുത്തേക്ക് എന്നു. അങ്ങനെ കല്യാണി കണ്ണു തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു. കല്യാണി ചോദിച്ചു, എന്തേ കിരണേട്ടൻ എന്തേ കാർത്തികേച്ചിനെ ചോദിച്ചു. കിരൺ വരും, നീ ധൈര്യമായിട്ടിരിക്കുക. വരുമല്ലോ അല്ലേ? എന്നെ പറ്റിക്കുന്ന ഒന്നും അല്ലല്ലോ? പറ്റിക്കുന്നൊന്നും അല്ല. ഇത്തിരി കഴിഞ്ഞിട്ട് വന്നില്ലെങ്കിൽ അപ്പൊ നീ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, അപ്പൊ ഞാൻ പറഞ്ഞു സത്യമാണോ അതോ കള്ളത്തരമാണോന്ന് അറിയാന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് ചാരി ടെൻഷൻ അടിച്ചിരിക്കണം. തന്റെ രാഹുലേട്ടനെ കൊന്നത് കിരണാണ്, അവൻ ജയിലിലേക്ക് പോയാൽ മതിയായിരുന്നു. എത്രയാണോ അയാൾ ക്രൂരനൊക്കെയാണ്, പക്ഷെ എന്നാലും അയാളെ കൊല്ലാൻ പാടോ? സ്വന്തം അമ്മാവനല്ലേ. അപ്പോഴേക്കും രൂപ അങ്ങോട്ട് വന്നു. രൂപ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ചാരി ചോദിച്ചു, അല്ല കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ രൂപേ? കഴിക്കാനോ? ഞാൻ എൻ്റെ മോനെ കുറിച്ച് ഓർത്ത് ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുക. എൻ്റെ മോൻ എന്തായി എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയത്തില്ല, ആ വിഷമം എനിക്കറിയത്തുള്ളൂ. അപ്പോഴാ നിന്റെ കഴിക്കലും കുടിക്കലും ഒക്കെ. ഇതേ സമയത്ത് കാറ് വന്ന് നിൽക്കുകയാണ്. കാറിനകത്തുനിന്ന് ആദ്യം ചന്ദ്രസേനൻ ഇറങ്ങി, പുറകെ കിരണിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശാരിയുടെ മുഖമൊക്കെ ആണ് മാറി. ഇവന് ജാമ്യം കിട്ടി പുറത്തിറങ്ങേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. പക്ഷെ പുറമേ അതും കാണിച്ചില്ല. രൂപ ഓടി വന്നിട്ട് ചോദിച്ചു,
അല്ല ഇവന് ജാമ്യം കിട്ടിയെന്ന് ചോദിച്ചു. ജാമ്യമൊക്കെ കിട്ടി രൂപ, ഇനി പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ശാരി പറഞ്ഞു ഇപ്പോഴൊരു സമാധാനമായെന്ന് പറഞ്ഞു. എടി നീ കൂടുതലൊന്നും അഭിനയിക്കണ്ട, നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാന്നൊക്കെ ചന്ദ്രശേഖരൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശാരി പറഞ്ഞു അയ്യോ അങ്ങനൊന്നും പറയല്ലേ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന പോലെയില്ല, എല്ലാവർക്കും നല്ലത് പറഞ്ഞത് മാത്രമേ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ എന്നൊക്കെ വലിയൊരു കള്ളത്തരം തന്നെയാണ് ശാരി പറയണേ. ഈ സമയത്ത് രൂപ ചോദിച്ചു എന്തായി ചന്ദ്രേട്ട കാര്യങ്ങള്? അതെ, കോടതിക്ക് ബോധ്യപ്പെട്ടു ഇവരെല്ലാം തലക്കടിച്ച് കൊന്നേന്നൊക്കെ. അപ്പോഴേക്ക് ശാരി ചോദിച്ചു അല്ല അതിന് കിരണാണല്ലോ അവനെ അടിച്ച് അവശതയാക്കി കൊല ചെയ്തെന്നൊക്കെയാണോ നേരത്തെ പറഞ്ഞതെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ രൂപ പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്കേണ്ട ശാരി, ഇനിയിപ്പോൾ അതിൻ്റെയും കൂടെ ഒരു കുറവുള്ളൂ എല്ലാവരെയും പറഞ്ഞറിയിക്കാനായിട്ട്. നിനക്ക് വേറൊരു പണിയില്ലെന്ന് ചോദിച്ചു. കയറി പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒടുവിൽ അങ്ങോട്ട് കയറ്റി വിട്ടു. അകത്തേക്ക് കയറി പോകാൻ പറഞ്ഞിട്ട് കിരണിനോട് ചന്ദ്രസേനൻ പറഞ്ഞു എടാ നീ ഓരോ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് വിളിച്ചു പറയുന്നുണ്ട്, ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? അതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഇവരുടെയൊക്കെ സ്വഭാവം അറിയാവുന്നല്ലേന്ന് ചോദിച്ചു. അച്ഛാ എപ്പോഴാണ് സത്യങ്ങളൊക്കെ പുറത്തു വരാനുള്ളതല്ലേ, അതുകൊണ്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയേണ്ടതില്ലായിരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണിനെ ഉപദേശിക്കുകയാണ്. എന്തായാലും അയാൾ വെറുതെ ഇരിക്കും തോന്നില്ല CI, അയാൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. അത് ശരിയാച്ചാ, എനിക്കും അത് തോന്നുന്നുണ്ട്. അയാൾക്ക് നല്ല ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ട്. അയാൾ തോറ്റുപോയതിന്റെ വിഷമമുണ്ട്. അപ്പൊ ഇതിന്റെ പിന്നിൽ ആരാന്നറിയാനായിട്ട് അവരിറങ്ങി തിരിക്കൂന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.